ചേച്ചി ചുമക്കുന്ന ഈ ഭാരം ഒന്ന് കുറച്ചു കൊടുക്കാൻ. നിങ്ങൾ എന്താ വെച്ചാൽ ആലോചിക്ക്. ഞാൻ ഡോക്ടറോടും ആശ്രമത്തിലെ അമ്മയോടും സംസാരിച്ചിട്ട് പറയാം. എന്താ അഞ്ജലി, നീ വേണം മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ തീരുമാനിക്കാൻ. തൽക്കാലം തിരുമേനി പറഞ്ഞത് അനുസരിക്കാൻ നോക്ക്. നിനക്ക് ഒപ്പം നിർത്താനുള്ള ത്രാണിയാവുമ്പോ നാളെ വീണ്ടും ഒരുമിച്ച് ചേരാമല്ലോ. എന്താ, അതല്ലേ നല്ലത്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? അതെന്താ അങ്ങനെ ഒരു സംശയം? സത്യമല്ലാതെ ഞാൻ ഇതുവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നീ കാര്യം പറ, എന്താണെന്ന് കേൾക്കട്ടെ. അല്ല, ചേച്ചി കോട്ടയ്ക്കൽ മേഘനാഥനെ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ലല്ലോ. അതെന്താ ചോദിച്ചേ? വെറുതെ. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുമോ നമുക്ക്? നല്ല ചോദ്യം. മറ്റുള്ളവരുടെ കാര്യം പറയാൻ എനിക്കറിയില്ല. പക്ഷേ എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ കല്യാണം കഴിക്കാൻ പറ്റുമെന്നാണ് എന്റെ ഉത്തരം. അതിനൊറ്റ കാരണമേ ഞാൻ പറയൂ. എനിക്ക് ഈ കല്യാണച്ചെക്കനെ കണ്ടുപിടിച്ചതും അത് നടത്തി തരുന്നതും എന്റെ അച്ഛനാ, തൃപ്പങ്ങോട്ട് വാസുദേവൻ. അപ്പൊ അച്ഛൻ പറയുന്നത് എന്തും കണ്ണടച്ചനുസരിക്കണം എന്നാണോ ചേച്ചി പറയുന്നേ? അതെ, അച്ഛൻ പറയുന്നത് മാത്രമല്ല, നമ്മുടെ നന്മയ്ക്കായി, നമ്മുടെ സുരക്ഷയ്ക്കായി, നാളെയുടെ നല്ലതിനായി ഉത്തമ ബോധ്യത്തോടെ ആരെന്ത് പറഞ്ഞാലും നമ്മളത് സ്വീകരിക്കണം. അതൊരിക്കലും നമ്മളെ സങ്കടപ്പെടുത്തില്ല, മറിച്ച് സഹായിക്കുക മാത്രമേ ചെയ്യൂ. എന്താ നിനക്കൊരു പുഞ്ചിരി? ഞാൻ പറഞ്ഞതില് തെറ്റ് വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല, ചേച്ചി പറഞ്ഞത് സത്യ. എന്നാൽ നിനക്ക് മനസ്സിലുറപ്പിക്കാൻ മറ്റൊരു സത്യം കൂടി ഞാൻ പറയാം. നമ്മൾ എപ്പോഴും എന്ത് തീരുമാനം എടുക്കുമ്പോഴും നമ്മളെ ആശ്രയിക്കുന്നവരുടെ സുരക്ഷിതത്വവും നല്ല ഭാവിയും ഓർത്തു വേണം ചെയ്യാൻ. പ്രത്യേകിച്ച് ഞാനില്ലാത്തൊരവസരത്തില് നീ നിന്റെ അനിയത്തിമാരോടും ആശ്രയിക്കുന്നവരോടും അങ്ങനെ ചെയ്യാവൂ. മനസ്സിലാവുന്നുണ്ടോ മോൾക്ക് ഞാൻ പറയുന്നതിന്റെ അർത്ഥം? മനസ്സിലായി ചേച്ചി. മനസ്സിലാവുക മാത്രമല്ല, ഞാനിത് എന്നും മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യും. എന്നും. എന്താ ഇവിടെ വന്നിരിക്കുന്നത്? എവിടേക്ക് ഞാൻ അന്വേഷിച്ചു എന്നറിയോ? നമ്മളെ അച്ചൂട്ടൻ ആർക്കും കൊടുക്കണ്ട ചേച്ചി. അവൻ പോയ സങ്കടം സഹിക്കാൻ പറ്റില്ല. ചേച്ചി ഞങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും പറഞ്ഞേച്ചോ, പക്ഷെ അച്ചൂട്ടൻ ചേച്ചിയുടെ അടുത്ത് തന്നെ വേണം. അവന് വേറെ ആരും നോക്കിയാലും ശരിയാവൂല. അയ്യോ, ഇങ്ങനൊന്നും പറയല്ലേ നിങ്ങള്.
ഒന്നാമത് എന്ത് വേണം വേണ്ടെന്നറിയാതെ മനസ്സ് കലങ്ങിയിരിക്കെ എന്റെ. അതിന്റെ കൂടെ നിങ്ങളും കൂടി ഇങ്ങനെ പറഞ്ഞ. അതെ, സീതമ്മ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെ. ഇന്നലെ പറഞ്ഞ ഡോക്ടറും ഭാര്യയും ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞു. ഇനി ആരും ഒന്നും പറയണ്ട. തീരുമാനിച്ചു കഴിഞ്ഞ കാര്യം ഇത്. അച്ചൂട്ടിനെ നമ്മൾ ഡോക്ടർക്ക് കൊടുക്കും. നിങ്ങളെ ആശ്രമത്തിലും വിടും. വാ ഇങ്ങോട്ട്. അവരെത്തിയല്ലോ, അങ്ങോട്ട് പോവാം. നമസ്കാരം തിരുമേനി. നമസ്കാരം. നമസ്കാരം. ഇത് സീതമ്മ, ഇത് സുധാരൻ. വരൂ. ആരോരുമില്ലാത്ത കുട്ടികളാ. അവർക്ക് സ്വയം കാര്യങ്ങൾ നടത്താനുള്ള പ്രാപ്തി പോലും ആയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു കുഞ്ഞിനെയും കൂടെ പോറ്റാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കൈമാറ്റത്തിന് തുനിയുന്നത് തന്നെ. മനസ്സിലായി തിരുമേനി. ഞങ്ങൾക്കിതൊരു അനുഗ്രഹമാണ്. കുഞ്ഞിനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. വാക്കാ. അങ്ങനെ തന്നെ വേണം. ഈ കുഞ്ഞ് നിങ്ങൾക്കൊപ്പം വളരണമെന്നായിരിക്കും ദൈവഹിതം. അത് എന്നെ നടക്കട്ടെ, അല്ലാതെ എന്ത് പറയാനാ. ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞ്. ഇതാണ് കുഞ്ഞ്. ഇവരെല്ലാം അതിന്റെ സഹോദരങ്ങൾ. പറഞ്ഞില്ലേ ഡോക്ടറും ഭാര്യയാണെന്ന്. കുഞ്ഞിനെ കൊടുത്തേക്ക്. അയ്യോ ചേച്ചി, ചേച്ചി കൊടുക്കല്ലേ ചേച്ചി. വേണ്ട ചേച്ചി, കുഞ്ഞാവെ കൊടുക്കണ്ട ചേച്ചി. എന്താ മക്കളെ ഇത്? അവന്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ. കുഞ്ഞിനെ വിട്. സാരമില്ല. അവനെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഇല്ലാതെ സന്തോഷമായിട്ട് കഴിയട്ടെ. നിങ്ങൾ കൈവിട്. തിരുമേനി, ഈ കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതല്ലേ. ഞാൻ അവർക്ക് കുറച്ച് പണം കൊടുത്തോട്ടെ? പിന്നെന്താ, കുറച്ച് പണം കിട്ടിയാൽ അവർക്ക് തൽക്കാലം ആരെയും ആശ്രയിക്കാതെ കഴിയാൻ പറ്റും. കൊടുത്തോളൂ. വാങ്ങിച്ചോളൂ. വേണ്ട ഡോക്ടർ. അവനെ വിറ്റ് പണം വാങ്ങാൻ എന്നെ കൊണ്ടാവില്ല. പിന്നെ ഇവര് കൂടി ആശ്രമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങൾക്ക് എന്തിനാ പണം? എനിക്ക് വേണ്ട കാശൊന്നും. ശരി, ആ വിചാരവും നല്ലത് തന്നെ. ഡോക്ടർ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളൂ. ശരി തിരുമേനി. അയ്യോ മോളെ.
നമസ്കാരം. ഞങ്ങൾ ആശ്രമത്തിൽ നിന്നാ. ദാ, ഇവരാണ് ആ കുട്ടികൾ. ആരെയും നിങ്ങൾക്ക് ഇവരെ കൊണ്ടുപോകാം. ചേച്ചി ചേച്ചി നിങ്ങൾ പോയിക്കോ, ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. സാധിക്കുമ്പോഴൊക്കെ ഞാൻ ആശ്രമത്തിലേക്ക് വരാം. ചെല്ല്. തൽക്കാലത്തേക്ക് ഇതൊരു സൗകര്യമായിട്ട് കരുതിയാൽ മതി. തിരിച്ചു പോരാൻ പറ്റുന്ന സമയം വരുമ്പോ ഞാൻ തന്നെ നിങ്ങളെ വന്ന് തിരിച്ചു കൊണ്ടുവന്നോളാം. ആ ഹലോ മൈ ഡിയർ ഫ്രണ്ട്, എന്തുണ്ട് വിശേഷങ്ങൾ? ഹലോ ഡോക്ടർ, നമസ്കാരം. വിശേഷം അശേഷമില്ല. ഈ മാസത്തെ കൺസൾട്ടിങ്ങിന് സമയമായി. വിളിച്ചുവെന്ന് മാത്രം. ആ എനിവേസ്, എന്തൊക്കെയാണ് ഡോക്ടർ സാറിന്റെ വിശേഷങ്ങൾ? പറയാനാണെങ്കിൽ ഒരു പ്രത്യേക വിശേഷമുണ്ടെന്ന് പറയാം. ഞാനും ഭാര്യയും കൂടി ഇന്നാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. യു മീൻ യു ഗോട്ട് എ ചൈൽഡ്, ഈസ് ഇറ്റ്? ഒരു കുഞ്ഞിനെ ദത്തെടുത്തു അല്ലേ? യെസ്, നിങ്ങളത് മനസ്സിലാക്കി കളഞ്ഞല്ലോ, മിടുക്കൻ. എന്ത് മിടുക്ക്! കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂന്ന് കേട്ടിട്ടില്ലേ? നിങ്ങളുടെ പ്രശ്നം ഞാനല്ലാതെ വേറെ ആരറിയാനാ? ആ ഈ കൊച്ചെന്താ ഇങ്ങനെ കരയുന്നേ? കുറെ നേരം ആയല്ലോ. അതെ, എവിടെ നിന്ന് കിട്ടി കുട്ടിയെ? ശിശുവിഹാര സമിതിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഏതാണ്ട് 6 വർഷം കഴിഞ്ഞില്ലേ? അവിടുന്ന് ഒരു കുഞ്ഞിനെ ദത്തെടുത്തിട്ട് മരിക്കാമെന്ന മോഹം തന്നെ ഇപ്പൊ ഞങ്ങൾക്കില്ല. അപ്പോഴാ ഇങ്ങനെ ഒരു സൗകര്യം ഒത്തുവന്നത്. അതിരിക്കട്ടെ, എവിടെന്നാ കുഞ്ഞിനെ കിട്ടിയത്? ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ ഒരു പൂജാരിയുടെ ഏർപ്പാടാ. ഏതോ ഒരു സ്ത്രീ പ്രസവത്തിൽ അമ്മ മരിച്ചുപോയത്രേ, പക്ഷെ കുഞ്ഞ് രക്ഷപ്പെട്ടു. ആ കുഞ്ഞിന്റെ ഒരു മൂത്ത സഹോദരിയെ അതിനെ എടുത്തു വളർത്തുന്നതിപ്പോ. അവൾക്ക് വേറെ 2 അനിയത്തിമാരുണ്ട്. എല്ലാറ്റിനെയും കൂടി മാനേജ് ചെയ്യാൻ ആ കൊച്ചിനാവുന്നില്ല. അങ്ങനെയാ ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുന്നത്. ഭാഗ്യത്തിന് ആ ചെക്കനെ ഞങ്ങൾക്ക് കിട്ടി. അതൊരാൺകുട്ടിയാണോ? 3 പെൺകുട്ടികൾ വളർത്തുന്ന ആൺകുട്ടി? അതെ. അമ്മ മരിച്ച കുഞ്ഞ് ചേച്ചിമാരെ വളർത്തുന്നു അല്ലേ? ഡോക്ടർ, ആ ചേച്ചിയുടെ പേരെന്താ ഡോക്ടർ? പേര് മോളുടെ പേരെന്താ? അത് പറഞ്ഞില്ലല്ലോ. അഞ്ജലി. അഞ്ജലി എന്ന എന്റെ പേര്. അഞ്ജലി എന്നാ അതിന്റെ പേര്. കണ്ടാ തന്നെ ഒരു ദാരിദ്ര്യ ലുക്ക. ആ ശരി ശരി ശരി. സത്യം പറഞ്ഞാലേ, ഡോക്ടർ അവിടെ അച്ഛനാവുന്ന മുഹൂർത്തത്തില് ഞാനിവിടെ എൻ്റെ മോനെക്കുറിച്ചുള്ള ദുഃഖത്തിലിരിക്കുക. അയ്യോ, എന്തു പറ്റി? എന്താ സംഭവിച്ചത്? അറിയോ? ഓക്കെ, എല്ലാം പറയാം ഡോക്ടർ. എൻ്റേത് വളരെ വലിയൊരു കഥയാണ്. ഡോക്ടറോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡോക്ടർ ഫ്രീ ആകുമ്പോൾ വിളിച്ചാൽ മതി. ഞാൻ കൺസൾട്ടിങ്ങിന് വന്നോളാം. ശരി ശരി, ഞാൻ വിളിച്ചോളാം. ഓക്കെ ഡോക്ടർ.
കൊച്ചെന്തിനാ ഇങ്ങനെ കിടന്ന് കാർന്നേ? കൊറേ നേരമായല്ലോ. എന്താ പെണ്ണേ, ഇതിന് തിന്നാനും കുടിക്കാനും ഒന്നും കൊടുത്തില്ലേ? മതി, നിങ്ങൾ കൊണ്ടുപോകണ്ട ഞങ്ങൾ അച്ഛനെ. എന്റെ മുന്നിൽ വെച്ച് തന്നെ ഇതാണ് കുഞ്ഞിനോടുള്ള പെരുമാറ്റമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി ഇവനെ എന്തൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതണം. എന്റെ പ്രയാസങ്ങൾക്കൊപ്പം എന്ത് ബുദ്ധിമുട്ടിയാലും ഇവൻ എന്റെ കൂടെ നിൽക്കും. മേലാൽ കുഞ്ഞിനെ ചോദിച്ച് വന്നു പോകരുത്. മോളെ മോളെ മോളെ, ഛേ, നീ എന്തായി കാണിച്ചത്? നിനക്ക് ആ കുഞ്ഞിനെ വളർത്താനുള്ള യോഗവും ഇല്ല, യോഗ്യതയില്ല. അല്ലെങ്കിൽ ആ പിഞ്ചു കുഞ്ഞിനോട് നീ ഇങ്ങനെ പെരുമാറുമോ? വാ പോ. നിങ്ങൾ ഇനി ഒരിടത്തും പോണ്ട. ഒരു വഴിക്കും അച്ചൂട്ടൻ മറ്റൊരു വഴിക്കും പോണമെന്ന് ഞാൻ തീരുമാനിച്ചത് ഒട്ടും മനസ്സോടെയല്ല. മറ്റു വഴികൾ കാണാഞ്ഞിട്ട. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി, അവർക്ക് ഞാനില്ലാതെയും എനിക്ക് അവരില്ലാതെയും ഈ ലോകത്ത് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ദാ ഇപ്പോ ഇവിടെ വെച്ച് തീരുമാനിക്കുക, ഇനി ഞങ്ങൾ 4 പേരും തമ്മിൽ ഒരു വേർപിരിയൽ ഉണ്ടാവില്ല. ജീവിക്കാനായാലും മരിക്കാനായാലും ഞങ്ങൾ 4 പേരും ഇനി ഒരുമിച്ചായിരിക്കും. സുഭദ്രാമ്മയ്ക്ക് പകരം ഇനി ഞാനായിരിക്കും അച്ചൂട്ടന്റെ അമ്മ. ഇവർ രണ്ടാളും ചേച്ചിമാരും. തൃപ്പങ്ങോട്ട് വാസുദേവനെയും തൃപ്പങ്ങോട്ട് സുഭദ്രയെ സാക്ഷി നിർത്തി ഇവിടെ ഞങ്ങൾ സത്യം ചെയ്യുന്നു. കാലം എത്ര കഴിഞ്ഞാലും ഇനി ഞങ്ങൾ 4 അല്ല 1 ആയിരിക്കും. ഒരൊറ്റ കുടുംബവും ഒരൊറ്റ ജീവനും. ഇത് സത്യം, സത്യം, സത്യം.